ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 24 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ ഡിപ്ലോമ ലെവൽ, IT ലെവൽ എക്സാംസ് കുറേ വിളിച്ചിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം എക്സാംസിന് കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. തിയറി റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്, ടെലഗ്രാമിലാണ്. ഓക്കെ, എല്ലാത്തിൻ്റെയും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൺഡേ എല്ലാത്തിൻ്റെയും പുതിയ ബാച്ച് നമ്മുടെ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പമ്പ് ഓപ്പറേറ്ററിൽ, മെക്കാനിക്കൽ മാത്രമായിട്ടുള്ള ക്ലാസ്സും ഉണ്ട്. എല്ലാത്തിൻ്റെയും തിയറി ക്ലാസ് നമ്മൾ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൺഡേ. അതുപോലെ ഇലക്ട്രോണിക്സിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ്, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് പീഡ്, ഓവർസിയർ ഗ്രേഡ് 2 ആ ഒരു ഇലക്ട്രോണിക്സ് എക്സാംസിന് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ITA ഇലക്ട്രോണിക്സിൻ്റെ ഒരു എക്സാം വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയവർ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പോളിടെക്നിക് ലെക്ചറിൻ്റെ കുറേ എക്സാംസ്, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ, മെക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ എല്ലാം കോച്ചിങ് കൊടുക്കുന്നുണ്ട്, മാത്സ് എല്ലാം. ഓക്കെ, ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഒരു 1 hour 2 hour നമ്മളൊരു ലൈവ് സെക്ഷൻ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇന്ന് നമുക്ക് 11:30 ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ 8 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. സോ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. സോ എല്ലാവരും ലൈവ് ക്ലാസ്സിൽ വരിക. ഓക്കെ, നമ്മുടെ റെഫറൽ കോഡ് CINUANCI ടൈപ്പ് ചെയ്ത് റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിലോട്ട് ജോയിൻ ആവാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെ എല്ലാം നിങ്ങൾക്ക് ലിങ്ക്, നിങ്ങൾക്ക് PDF എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിടാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 1 volt is same as 1 joule per coulomb, 1 coulomb per joule, 1 coulomb, 1 joule. എന്താണ് 1 volt എന്ന് പറയുന്നത്? 1 volt is same as 1 joule per coulomb. ഓക്കെ, അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: the capacitance between 2 plates increases with രണ്ട് പ്ലേറ്റ്സിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസസ് വിത്ത് ഷോർട്ടർ പ്ലേറ്റ് ഏരിയ ആൻഡ് ഹയർ അപ്ലൈഡ് വോൾട്ടേജ്, ഷോർട്ടർ പ്ലേറ്റ് ഏരിയ ആൻഡ് ഷോർട്ടർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ലാർജർ പ്ലേറ്റ് ഏരിയ ആൻഡ് ലോങ്ങർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആൻഡ് ഹയർ അപ്ലൈഡ് വോൾട്ടേജ്, ലാർജർ പ്ലേറ്റ് ഏരിയ ആൻഡ് ഷോർട്ടർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. എങ്ങനെയാണ് രണ്ട് പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള കപ്പാസിറ്റൻസ് ഇൻക്രീസസ് വിത്ത് ലാർജർ പ്ലേറ്റ് ഏരിയ ആൻഡ് ഷോർട്ടർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. എപ്സിലോൺ 0 നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലേ, എപ്സിലോൺ 0 A/D, ആ ഫോർമുല പ്രകാരമാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ കപ്പാസിറ്റൻസ് C ഈസ് ചാർജ്ഡ് ത്രൂ എ റെസിസ്റ്റൻസ് R. ദ ടൈം കോൺസ്റ്റന്റ് ഓഫ് ദി ചാർജിംഗ് സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ. ഓക്കെ, ദ കപ്പാസിറ്റൻസ് C ഈസ് ചാർജ്ഡ് ത്രൂ എ റെസിസ്റ്റൻസ് R. ദ ടൈം കോൺസ്റ്റന്റ് ഓഫ് ദി ചാർജിംഗ് സർക്യൂട്ട്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കപ്പാസിറ്റൻസ് C ചാർജ്ഡ് ത്രൂ റെസിസ്റ്റൻസ് R ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിംഗ് സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. C/R ആണോ, 1/RC ആണോ, RC ആണോ, R/C ആണോ? ഏതാണ്? ഇറ്റ് ഈസ് RC. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: ദ ബ്രിഡ്ജ് യൂസ്ഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ദി വാല്യൂ ഓഫ് ദി കപ്പാസിറ്റൻസ് ഈസ്. ഏത് ബ്രിഡ്ജാണ്? ഇപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രിഡ്ജസ് ഉണ്ട്, അതൊക്കെ പഠിക്കുക. കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ് ഒക്കെ ഏതൊക്കെ ബ്രിഡ്ജസ് ആണ് യൂസ് ചെയ്യുന്നത് പഠിക്കുക. ദ ബ്രിഡ്ജസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ദി വാല്യൂ ഓഫ് ദി കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് വീൻസ് ബ്രിഡ്ജ് ആണോ, വീസ്റ്റൺ ആണോ, ഷ്രിങ്ക് ബ്രിഡ്ജ് ആണോ, ഹേസ് ബ്രിഡ്ജ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ C, ഷ്രിങ്ക് ബ്രിഡ്ജ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ദ മിനിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ ഇൻ എ കേബിൾ ഒക്കേഴ്സ് ഇൻ. ദ മിനിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ ഇൻ എ കേബിൾ ഒക്കേഴ്സ് ഇൻ ഇൻസുലേഷൻ ആണോ, ഔട്ടർ ഷീത്ത്, കണ്ടക്ടർ, യൂണിഫോംലി ഓൾ ഓവർ? എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ഒക്കേഴ്സ് ഇൻ ഇൻസുലേഷൻ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ: ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദി മീഡിയം increases with the rise in temperature, increases with the moisture content, is same for all insulating materials, none of the above. ഏതാണ്? ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദി മീഡിയം എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറോ മോയ്സ്ചർ കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഇൻസുലേറ്റ് മെറ്റീരിയൽസോ ആയിട്ടൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓപ്ഷൻ D ആണ്, 6, നൺ ഓഫ് ദി എബോ ആണ് വരുന്നത്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ: എ ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ എ വാക്യൂം ഫ്രം ആൻ ഈക്വൽ ആൻഡ് സിമിലർ ചാർജ് റെപ്പൽസ് വിത്ത് ദി ഫോഴ്സ് ഓഫ് 9 × 10⁻³ ന്യൂട്ടൺ ഈസ് നോൺ ആസ്. മില്ലി കുളുംബാണോ, മൈക്രോ കുളുംബാണോ, പൈക്കോ കുളുംബാണോ, കൂളുംബാണോ? ഏതാണ്? ഇറ്റ് ഈസ് നോൺ ആസ് മൈക്രോ കുളുംബ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ: ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എ മീഡിയം ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ. ഇത് എപ്പോഴും ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ജൂൾ പെർ മില്ലിമീറ്റർ ആണോ, C/m² ആണോ, kV/mm, Newton/mm? ഏതാണ്? ഡയലക്ട്രിക് സ്ട്രെങ്ത് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ kV/mm. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L ഹാസ് കറണ്ട് I passing through it. When it is placed parallel to a magnetic field, the force experienced by the conductor will be. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കണ്ടക്ടർ ഓഫ് L ഉണ്ട്, ലെങ്ത് L, കറണ്ടായി ഒരു പാസ് ചെയ്യുകയാണ്. കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വയ്ക്കുകയാണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണോ, BLI ആണോ, B²LI ആണോ, BLI² ആണോ? ഏതാണ്? ഇട്ട് 0, പാരലല്ല, അപ്പം 0 ആയിരിക്കും. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി? താഴെ തന്നിരിക്കുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി ഏതാണ്? റിലേറ്റീവ് പെർമിയബിലിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ? ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് വെക്റ്റർ ക്വാണ്ടിറ്റി വരുന്നത്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ: ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ട് ത്രൂ ആൻ ഇൻഡക്റ്റിംഗ് കോയിൽ ഈസ് മാക്സിമം.
ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ട് ത്രൂ ആൻ ഇൻഡക്റ്റീവ് കോയിൽ ഈസ് മാക്സിമം. എപ്പോഴാണ് മാക്സിമം വരുന്നത്? അറ്റ് 63.2% ഓഫ് ഇറ്റ്സ് മാക്സിമം സ്റ്റഡി വാല്യൂ ആണോ, അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി കറണ്ട് ഫ്ലോ ആണോ, ആഫ്റ്റർ വൺ ടൈം കോൺസ്റ്റൻ്റ് ആണോ, നിയർ ദി ഫൈനൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണോ? എപ്പോഴാണ് കോൺസ്റ്റൻറ്റ് വരുന്നത്? അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി കറണ്ട് ഫ്ലോ ആണ്. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി കറണ്ട് ഫ്ലോ ആണ് റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ട് ത്രൂ ദ ഇൻഡക്റ്റിംഗ് കോയിൽ മാക്സിമം വരുന്നത്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ബോത്ത് ദ ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദി കോയിൽ ആർ ഡബിൾഡ് ദ വാല്യൂ ഈസ്. ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും കോയിലിൻ്റെ ഡബിൾ ആയാൽ വാല്യൂ എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റൻറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്, ഇനീഷ്യൽ റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ട് ഡബിൾ ആവും, ഫൈനൽ സ്റ്റഡി കറണ്ട് ഡബിൾ ആവും, ടൈം കോൺസ്റ്റൻറ്റ് ഹാഫ് ആവും. ഏതാണ്? ടൈം കോൺസ്റ്റൻറ്റ് ചേഞ്ച് ഒന്നും വരത്തില്ല, റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, മ്യൂച്വലി ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക്കലി കപ്പിൾഡ് കോയിൽസ് ഡിപ്പെൻഡ് ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് മാഗ്നറ്റിക് കപ്പിൾഡ് കോയിൽസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പെർമിബിലിറ്റി ഓഫ് ദി കോർ ആണോ, നമ്പർ ഓഫ് ദിയർ ടേൺസ് ആണോ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കോമൺ കോർ ആണോ, ഓൾ ഓഫ് ദി അബോ? ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പെർമിബിലിറ്റി, നമ്പർ ഓഫ് ടേൺസ്, ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, ഓൾ ഓഫ് ദി അബോ ആണ് ആൻസർ വരുന്നത്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ലാമിനേറ്റഡ് അയൺ കോർ ഹാസ് റെഡ്യൂസ്ഡ് എഡ്ഡി കറണ്ട് ലോസസ് ബിക്കോസ് more wire can be used with less DC resistance in coil. The laminations are insulated from each other. The magnetic flux is concentrated in the air gap of the core. The laminations are stacked vertically. എങ്ങനെയാണ്? The laminations are insulated from each other ആണ്. Laminated iron core നമുക്ക് has reduced eddy current loss because laminations എല്ലാം insulated from each other ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ ഈസ് ഗിവൺ ബൈ. എന്താണ്? Ni/5 ആണോ, N5/I ആണോ, Ni²/5 ആണോ, N5/I² ആണോ? ഏതാണ്? N5/I ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വോൾട്ടേജ് റേറ്റിംഗ്, ഇൻക്രീസ് ദ കറണ്ട് റേറ്റിംഗ്, ഇൻക്രീസ് ദ ലൈഫ് ഓഫ് സെൽ, നൺ ഓഫ് ദി അബോ? സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന എന്തിനാണ്? വോൾട്ടേജ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയാണ്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, 5 2V സെൽസ് ആർ കണക്ട് ഇൻ പാരൽ, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 5 2V സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് 2 വോൾട്ട് ആണ്. ഓക്കെ. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റി ഓഫ് ബാറ്ററി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കറണ്ട് റേറ്റിംഗ്, വോൾട്ടേജ് റേറ്റിംഗ്, ആംപിയർ അവർ റേറ്റിംഗ്, നൺ ഓഫ് ദി അബോ? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ആംപിയർ അവർ റേറ്റിംഗ്. ഇതും എപ്പോഴും ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് നിക്കൽ അയൺ സെൽ വാട്ട് ഹാപ്പൻസ്? കൊറോസീവ് ഫർണസ് ആർ പ്രൊഡ്യൂസ്ഡ്, വാട്ടർ ഈസ് നെയ്തർ ഫോംഡ് നോർ അബ്സോർബ്, നിക്കൽ ഹൈഡ്രോക്സൈഡ് റിമെയിൻ അൺസ്പ്ലിറ്റ്, ഇറ്റ്സ് EMF റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എന്താണ്? വാട്ടർ ഈസ് നെയ്തർ ഫോംഡ് നോർ അബ്സോർബ്ഡ് ആണ് നമ്മൾ നിക്കൽ അയൺ സെല്ലിൽ ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബാറ്ററീസ് യൂസ്ഡ് ഫോർ എയർ ക്രാഫ്റ്റ്? ലെഡ് ആസിഡ് ബാറ്ററി, നിക്കൽ അയൺ, ഡ്രൈ സെൽ, സിൽവർ ഓക്സൈഡ്. ഏത് ബാറ്ററിയാണോ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നിക്കൽ അയൺ ബാറ്ററിയാണ് എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത 21, ഇൻ DC ജനറേറ്റേഴ്സ് കറണ്ട് ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഫ്രം ആർമേച്ചർ ഈസ് ഗിവൺ ത്രൂ. കമ്മ്യൂട്ടേറ്റർ ആണോ, സോളിഡ് കണക്ഷൻ, സ്ലിപ്പ് റിംഗ്സ്, നൺ ഓഫ് ദി അബോ? ഏതാണ്? കറണ്ട് ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഫ്രം ആർമേച്ചർ ഈസ് ഗിവൺ ത്രൂ കമ്മ്യൂട്ടേറ്റർ ആണ്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ മാനുവൽ ഷണ്ട് മോട്ടർ, ഓക്കെ, ഇൻ മാനുവൽ ഷണ്ട് മോട്ടർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഓവർലോഡ് റിലേ ഈസ് കണക്റ്റഡ് വിത്ത് സീരീസ് ആൻഡ് നോ വോൾട്ട് റിലേ ഈസ് പാരലൽ വിത്ത് ലോഡ്. Overload relay is connected in parallel and no volt relay is series with the load. Overload relay and no volt relay are both connected in series with the load. Overload relay, no volt relay are both connected in parallel with the load. ഒരു മാനുവൽ ഷണ്ട് മോട്ടറിൽ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഓവർലോഡ് റിലേ എന്ന് പറഞ്ഞാൽ സീരീസ് വിത്ത് നോ വോൾട്ട് റിലേ ഇൻ പാരലൽ വിത്ത് ലോഡ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ഈ കോമൺ മെത്തേഡ് ഓഫ് കൂളിംഗ് ഇൻ പവർ ട്രാൻസ്ഫോമർ ഈസ് നാച്ചുറൽ കൂളിംഗ്, നാച്ചുറൽ എയർ കൂളിംഗ്, എയർ ബ്ലാസ്റ്റ് കൂളിംഗ്, ഓയിൽ കൂളിംഗ്, എനി വൺ ഓഫ് ദി അബോ? കോമൺ മെത്തേഡ് ഏതാണ്? ഇറ്റ് ഇസ് എയർ ബ്ലാസ്റ്റ് കൂളിംഗ് ആണ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ നോ ലോഡ് കറണ്ട് ഇൻ എ ട്രാൻസ്ഫോമർ ലാഗ് ബിഹൈൻഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഓഫ് 180 ഡിഗ്രി, 120 ഡിഗ്രി, 90 ഡിഗ്രി, ഇറ്റ് ഇസ് 75 ഡിഗ്രി ആണ്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസ്ഫോമർ റൂട്ടീൻ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ. എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നു? സപ്ലൈ കറണ്ട്, ലോഡ് കറണ്ട്, പവർ ഫാക്ടർ ഓഫ് ദി ലോഡ്, ബോത്ത് B and C. ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൾ സപ്ലൈ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നു, ലോഡ് കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമുക്ക് പഠിക്കാനുള്ള 25 ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം പഠിക്കുക, എല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ പഠിക്കുക. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന രണ്ട് അവേഴ്സ് നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവ് ക്ലാസ്സിൽ വരിക. ഞാൻ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, താങ്ക് യു.